ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നിധിയെയും കൊണ്ട് സുഭാഷ് ഏട്ടനും സുധീഷും അതുപോലെ തന്നെ നികേഷും ഹരീഷും ഒക്കെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരുടെ വീട്ടിലേക്ക്. ആ സമയത്ത് കാറിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ നിധി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ സോറി, ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല. അച്ഛനും വീട്ടിൽ വന്നിട്ട് നല്ല രീതിയിലൊക്കെ പെരുമാറിയപ്പോൾ അച്ഛൻ്റെ സ്വഭാവമൊക്കെ മാറി വീണ്ടും എന്നെ നന്നായി അംഗീകരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടനൊക്കെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ നികേഷും പറയുന്നുണ്ട്, ഏട്ടത്തി എന്തിനാ സോറിയൊക്കെ പറയുന്നത്, ഏട്ടത്തിക്കൊന്നും അറിയില്ലല്ലോ, എന്തായാലും ഏട്ടത്തിയെ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ, അതുപോലെ തന്നെ സുധീഷ് ഏട്ടനും, അതുകൊണ്ട് ഇപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായില്ല, കഴിഞ്ഞതൊക്കെ മറക്കണം എന്നൊക്കെ പറയും കേട്ടോ. സുധീഷ് ആണെങ്കിൽ വണ്ടി സൈഡാക്കിയിട്ട് നിന്റെ സോറി പറച്ചിൽ കഴിഞ്ഞു, എനിക്ക് വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങണം, ഇന്നലെ രാത്രി ഞാൻ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല, മേലാകെ നല്ല ക്ഷീണമുണ്ട്, ഒരുപാട് അടിയൊക്കെ കിട്ടിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് പേടിയും അതുപോലെ തന്നെ ടെൻഷനും സങ്കടവും ഒക്കെ ആവുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ നമുക്ക് ഈ വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാം, ഹരീഷിനോടും കൂടെ പറയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഹരീഷ് ബാക്കിൽ ബൈക്കായിട്ടാണ് വരുന്നത്, അപ്പോൾ ഹരീഷിൻ്റെ അടുത്തും കൂടി ഒന്ന് പറയാന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സുധീഷ് പറയാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങിയാൽ എല്ലാം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലൊക്കെ എത്തി അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അന്നേരം നമ്മളെ ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, സുധീഷ് ഏട്ടൻ്റെ അമ്മായിയപ്പൻ ഭയങ്കര ക്രിമിനൽ ആട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കറിയാടാ, ഞാൻ പിന്നെ നിധിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാതിരുന്നതാ, പക്കാ ക്രിമിനലാണ് ആള്, ഞാൻ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, അയാൾ ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചപ്പോൾ എന്നെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, എന്തായാലും ഇവിടം വരെ എത്തിയല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് നമ്മളെ നിധി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ അങ്ങനെ കറക്റ്റ് ഇന്നലെ രാത്രി തക്കലയിൽ എത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ ഹരീഷിനായിരുന്നു ഇത്ര നിർബന്ധം തക്കലയിൽ പോകണം, എന്തോ സുധീഷിന് സംഭവിച്ചിട്ടുണ്ടെന്ന്. അന്നേരം സുധീഷും പറഞ്ഞിരുന്നു, ഞാൻ ഒരാളുടെങ്കിലും സത്യം പറഞ്ഞിരിക്കണമല്ലോ, എനിക്ക് എന്തെങ്കിലും നാളെ സംഭവിച്ചാൽ ഒരാളെങ്കിലും സത്യം അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കഥകളും അത് ഞാൻ ഹരീഷിൻ്റെ അടുത്താണ് പറഞ്ഞത്, നിധിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഹരീഷിൻ്റെ അടുത്താണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അവനെ എത്തിപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് ആ പണവും സ്വർണ്ണമൊക്കെ ആയിട്ട് മുങ്ങിയെന്ന് അവർ പറയുന്ന ടോക്കൊക്കെ അവരവിടെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊരു നിമിഷം വിചാരിച്ചു സുധീഷ് ഏട്ടൻ അങ്ങനെ ചെയ്തു പോയോ എന്ന്, ഓ എനിക്ക് അതാണല്ലോ പണി എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയണേ. അപ്പം നിധി ഇത് കേട്ട് വന്നിട്ട് പറയുന്നുണ്ട്, വേറെ എന്തൊക്കെ ഇയാൾ ചെയ്താലും മോഷ്ടിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, സുഭാഷ് ഏട്ടൻ വളർത്തിയ മക്കളല്ലേ നിങ്ങൾ, അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ എന്തായാലും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, അതിൽ നിന്ന് ഒന്ന് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, ഭാഗ്യം, അതുകൊണ്ട് ഇപ്പം മാനം പോയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ നിധി പറയണേ, എന്നാൽ ഞാനൊരു സാധനം എടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഇവരിങ്ങനെ വിചാരിക്കുക എന്ത് സാധനമായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അച്ഛനിങ്ങനെ സ്വർണ്ണ ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തോന്ന് വിചാരിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിൻ്റെ അച്ഛൻ തന്നത് യഥാർത്ഥ സ്വർണം തന്നെ ആയിരുന്നോ, യഥാർത്ഥ പണം തന്നെ ആയിരുന്നോ, അതോ കള്ളനോട്ടുകളായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, അതൊക്കെ യഥാർത്ഥ സ്വർണം തന്നെയാണ്, അച്ഛന് ഇത്തരം ബിസിനസ് കരാറുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു സാധനവുമായിട്ട് നമ്മളെ നിധി റൂമിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിൽ പോയിട്ട് വെറുതെ ആയിട്ടില്ല, ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിക്കും, ഗോൾഡ് പണമൊക്കെ ആയിരിക്കും നമ്മളെ നിധി എടുത്തിട്ടുണ്ടാവുക, ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവളുടെ പ്രൂഫുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കിട്ടിയോണ്ട് ഇനി സുധീഷെ കാര്യങ്ങളൊന്നും അത്ര വൈകിക്കില്ലല്ലോ, നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാവും, ഒന്നിനെയും തടസ്സമാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് സുധീഷിന് ഇട്ടിട്ട് ഒന്ന് പണിതതാണ്, കാരണം ഡിവോഴ്സ് നടക്കണമെങ്കിൽ ആധാർ കാർഡ് മെയിൻ ആണല്ലേ, അപ്പോൾ അതെങ്ങാനും നടത്താൻ വേണ്ടിയിട്ടാണോ ഇയാൾ ഇനി അതും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു ടെൻഷനും സുധീഷിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എന്തായാലും പോയ സ്ഥിതിക്ക് നമ്മളെ നിധി അവൾക്ക് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. സുധീഷിന് അത് കണ്ടപ്പോൾ എന്തോ ഒരു ചടപ്പ് പോലെ വന്നിട്ടുണ്ട്, കാരണം ഒരു പേടി, ഇനി എങ്ങാനോ ഡിവോഴ്സ് നടക്കുമോ, അതിന് വേണ്ടിയിട്ടാണോ നിധി അവിടുന്ന് ഇതൊക്കെ എടുത്തത് എന്നുള്ള ടെൻഷനും നമ്മളെ സുധീഷിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മളെ നികേഷ് പുറത്തിരുന്ന് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മളെ രാജീവ് ശങ്കറിൻ്റെ ആ ഒരു പറഞ്ഞു വെച്ച ഗുണ്ടയുണ്ടല്ലോ, നമ്മളെ സുധീഷ് സാക്ഷിയായിട്ട് കൊണ്ടുവന്ന്, അയാൾ വീട്ടിലേക്ക് വരുന്നുണ്ട്, വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇവർ അവിടുത്തെ വണ്ടിയുമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ ഡ്രൈവറെ അയച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അയാളുമായിട്ട് ചെറിയൊരു തർക്കം നമ്മളെ സുധീഷ് ഉണ്ടാവുന്നുണ്ട്. രാത്രിയിൽ ഇനി വന്നത് വണ്ടി എടുക്കാനാണോ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സാറേ വണ്ടി തന്നാൽ ഞാൻ പോയിക്കോളാം, അടി ഉണ്ടാക്കാനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം താക്കോലൊന്നും കൊടുക്കാൻ നമ്മൾ സുധീഷ് തയ്യാറാവുന്നില്ല, തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മളെ നിധിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നിധി വേഗം അകത്ത് പോയിട്ട് താക്കോലൊക്കെ
ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ഇവരോടൊന്ന് സംസാരിച്ച് നീ വെറുതെ സമയം കളയണ്ട, വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോൾ നമ്മൾ നികേഷ് എണീക്കുന്നില്ല കേട്ടോ. നമ്മൾ നികേഷിന് നല്ല പനിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ വന്നിട്ട് തൊട്ട് നോക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോവാൻ, എന്നാൽ ഞാൻ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ല നികേഷ്, നിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നികേഷ് പറയുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അത്ര പനിയൊന്നുമില്ല, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട്. നീ എന്തെന്ന് ക്ലാസ്സിന് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പാവം നമ്മളെ സുഭാഷ് ഏട്ടൻ നല്ല കെയറിങ്ങോട് കൂടിയിട്ടാട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ, അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, അവന് എണീറ്റോളും, അവൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോണ്ട് ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് മരുന്നൊക്കെ മേടിച്ച് കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുഭാഷ് ഏട്ടൻ പണിക്ക് പോയിക്കോ, ഇവിടെ ഞാനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ സുഭാഷ് ഏട്ടൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. നിധിയാണെങ്കിൽ തൊട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് മെഡിസിൻ പോയി മേടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഹാളിലാണ് നമ്മൾ നികേഷ് കിടന്നുറങ്ങിയിരുന്നത്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പായ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, ഇയാളിന്ന് പണിക്കൊന്നും പോകുന്നില്ലേ എന്ന്. ഞാനിന്ന് പോകുന്നില്ല. അപ്പം അതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് നികേഷിന് പനിയല്ല, എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നാലോ, അതുകൊണ്ട് ഞാനിവിടെ നിന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിവിടെ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷിന് എങ്ങനെയെങ്കിലും നിധിയുടെ കൂടെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാട്ടോ ആൾ ലീവൊക്കെ എടുത്തത്. അപ്പോൾ ഇത് നമ്മളെ നിധിക്ക് സംഭവം കാര്യം മനസ്സിലായിട്ടുണ്ട്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടെ നിൽക്കും, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനും വാങ്ങാനും ഒക്കെ ഉണ്ട്, ഞാൻ ടൗണിൽ പോവാന്ന് പറയുമ്പോൾ സുധീഷ് പറയും വേണ്ട, ഇയാൾ തന്നെ നമ്മളെ നികേഷിനെ നോക്കി ഇവിടെ നിന്നോ, ഞാൻ എങ്ങനെയെങ്കിലും പണിക്ക് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷ് പണിക്ക് പോവാന്നൊക്കെ വിചാരിച്ച് നിൽക്കാം കേട്ടോ. എന്തായാലും പ്ലാനിങ് ഒന്നും നടന്നില്ല. എന്നിരുന്നാലും നമ്മളെ സുധീഷിന് ഒരുപാട് ഹോപ്പൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിധിയുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നുവെന്ന് നമ്മളെ സുധീഷിന് തോന്നുന്നുണ്ട്. തലേ ദിവസം രാത്രി അത് പറയുകയും ചെയ്തു നികേഷിൻ്റെ അടുത്ത്, ഇനി അങ്ങോട്ട് നീ നോക്കിക്കോ, എന്നെ പ്രേമിച്ച് നമ്മളെ നിധി കൊല്ലും, അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ എനിക്ക് വേണ്ടിയിട്ട് അവളെ വീട്ടുകാരെ വരെ തള്ളി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ സുധീഷിന് കുറച്ച് ഹോപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിധി എന്തായാലും അവൻ്റെ വലയിൽ വീഴുന്നു അവൾക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നികേഷ് ആണെങ്കിൽ ആ സമയത്ത് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഈ ലോകത്ത് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കല്യാണം കഴിച്ചിട്ടും പ്രേമത്തിന് വേണ്ടിയിട്ട് തെണ്ടുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള രീതിയിലൊരു ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സുധീഷ് ഏട്ടൻ നിങ്ങളെ നമിച്ചിരിക്കുന്നു എന്നൊക്കെ നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷിന് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളും ഇനി അങ്ങോട്ടും ഉണ്ടായിരിക്കും. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.